ബി.ജെ.പി ഇതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ വരുന്നൊരു സ്ഥിരം വരുന്നൊരു കമൻ്റ് ഉണ്ടല്ലോ, കരച്ചിൽ തുടങ്ങി കരച്ചിൽ കാണാൻ വേണ്ടി മാത്രം വന്ന അത് അതൊരു നാഷണൽ ടെംപ്ലേറ്റ് ആട്ടോ. ഞാൻ ഇന്നാണത് മനസ്സിലാക്കിയത്. ഇപ്പോൾ അജിംസ് പറഞ്ഞില്ലേ, ദീപാങ്കർ ഭട്ടാചാർജിയുടെ ആ ട്വീറ്റില്ലേ, അതിൻ്റെ താഴെ വന്ന ആദ്യത്തെ കമൻറ്റ് ഇതാണ്, ക്രൈങ് സ്റ്റാർട്ടഡ്. ഒരു അമിത്ഷായുടെ പടം DP വെച്ചിരിക്കുന്ന ഒരു ഐഡിയ വന്നിട്ട് ആദ്യത്തെ കമൻറ്റ് ഇതാണ്, ക്രൈങ് സ്റ്റാർട്ടഡ് വന്നിട്ട്. അപ്പോൾ ഇത് പിന്നെ IT സെൽ ടൈമാണ്. അത് IT സെൽ ടൈമാണ്. അതിൽ വേറെ സൈക്കോളജിക്കൽ ആയിട്ടൊരു കാര്യമുണ്ട്. ഈ കരയുക എന്നുള്ളതൊരു മോശം കാര്യമാണ്. അത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതൊരു ഫാഷിസ്റ്റ് മെന്റാലിറ്റി കൂടിയാണ്. അതെ, ഇന്ന് വന്ന മീമുകൾ, ഏറ്റവും അധികം വരുന്ന മീമുകൾ രാഹുൽ ഗാന്ധി കരയുന്നതും അമ്മച്ചിയെ എന്നൊക്കെ വിളിച്ചിട്ട് സോണിയാഗാന്ധി ഇട്ടതൊക്കെ ഓടിപ്പോകുന്നതിൻ്റെ ഒക്കെ ഇതാണ്. ഇതിലൊരു നോക്കൂ, ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി സേഫാണ്. എന്ന് വെച്ചാൽ ഈ H5 പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാചകമാണ് നിഷാദ് നേരത്തെ പറഞ്ഞത്. ഇത് തന്നെയാണ് ബീഹാറിലും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം രാഹുൽ ഗാന്ധി അത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഡാമേജിങ് ആണ്. കാരണം ആളുകൾ പോയി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ മഹാഗഡ്ബന്ധന് വോട്ട് ചെയ്യാൻ വിചാരിച്ച ആളുകൾ പോയി വോട്ട് ചെയ്യില്ലല്ലോ. കാരണം അതിൻ്റെ നേതാവ് തന്നെ പറയുകയാണ് ഡിസൈഡ്, ഇത് ക്യൂറേറ്റഡ് വേർഡിക്റ്റാണ് എന്ന് അയാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം സാധാരണ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് വരുന്ന ഒരു ആരോപണം എന്താണ്, തോറ്റതിന് ശേഷം ഇങ്ങനെ കരയുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എന്ത് തോക്കുന്നതിന് മുമ്പല്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ദ സെയിം ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഇൻഡസ്ട്രിയലൈസ്ഡ് വോട്ട് തെഫ്റ്റ്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വോട്ട് തെഫ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, ബീഹാറിൽ നടക്കാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ കാര്യം, ഇത് വോട്ട് തെഫ്റ്റാണോ, എന്താണ് യഥാർത്ഥം നടന്നിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളാണ് വെളിച്ചത്ത് വരിക. ഇന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായുള്ള അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നിരുന്നത് പവൻ ഖേഡ, അവരുടെ ഈ മീഡിയ സെല്ലിൻ്റെ ചെയർമാനായിട്ടുള്ള പവൻ ഖേഡ 3-4 തവണ ഉപയോഗിച്ചൊരു പ്രയോഗം എന്താണെന്ന് വെച്ചാൽ, ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാറും ബീഹാറിലെ ജനങ്ങളും തമ്മിലുള്ള ഫൈറ്റായിരുന്നു. അപ്പോൾ ബീഹാറിലെ ജനങ്ങളെ ജ്ഞാനേഷ് കുമാർ തോൽപ്പിച്ചിരിക്കുന്നു, അല്ലാതെ നരേന്ദ്രമോദി തോൽപ്പിച്ചു അല്ലെങ്കിൽ നിതീഷ് കുമാർ തോൽപ്പിച്ചു, BJP തോൽപ്പിച്ചു എന്നല്ല പവൻ ഖേഡ പറയുന്നത്. ജ്ഞാനേഷ് കുമാർ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബീഹാറിലെ ജനങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് അതിൻ്റെ സൂക്ഷ്മമായ കണക്കുകൾ, കാര്യങ്ങൾ ഇനിയും വരാനിരിക്കുന്നല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു റിസൾട്ടും പുറത്തു വിട്ടിട്ടില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് 68 ലക്ഷം മനുഷ്യർ SIRന് ശേഷം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ആ നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം, 68 ലക്ഷം വോട്ടർമാർ, 21 ലക്ഷം 21 സംതിങ് ആണ് പുതിയ വന്നിട്ടുണ്ട്. ഇത് ആരാണ് പോയത്, ആരാണ് വന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് എന്തെങ്കിലും ഒരു ലോജിക്കൽ റീസൺ തരാൻ ജ്ഞാനേഷ് കുമാറിന് സാധിച്ചിട്ടില്ല. പഴയ ഹരിയാനയിലെ ബീഹാറിലെ തന്നെയോ ഈ വീട്ടുവിലാസമില്ലാത്ത വോട്ടർമാരെ കുറിച്ച് ചോദിച്ചപ്പോൾ, നമ്മളുടെ നാട്ടിൽ നിങ്ങളെപ്പോലെ ഭാഗ്യവാന്മാരല്ല എല്ലാവരും, ലാമ്പ് പോസ്റ്റിൻ്റെ താഴെ കിടക്കുന്നവരും കനാലിൻ്റെ കരയിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അത്രയും ഒരു ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നൽകിയ മറുപടി അതാണ്. ഈ റിസൾട്ടിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ടേക്ക് ഹോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള വിശ്വാസത്തെ അത് കൂടുതൽ അവിശ്വാസത്തെ കൂടുതൽ ഉറപ്പിച്ചു എന്നുള്ളത്. നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബീഹാറിൽ BJP ജയിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യമുള്ള ആളുകൾ അതും സ്വാഭാവികം എന്നുള്ള ഇതിലേക്കാണ് വരുന്നത്. ഇതെവിടെയാണ് രാജ്യത്തെ കൊണ്ടെത്തിക്കുക, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എവിടേക്കാണ് കൊണ്ടെത്തിക്കുക? ട്രസ്റ്റാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രസ്റ്റ് ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു പുതിയ ഇന്ത്യയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. BJPയെ സംബന്ധിച്ചിടത്തോളം നോക്കുക, നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ അധികാരത്തിൽ വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. കാരണം ബീഹാറിൽ പരാജയപ്പെടുകയാണ്, NDA പരാജയപ്പെടുകയാണെങ്കിൽ ബീഹാറിൽ ഭരണം നഷ്ടപ്പെടുക എന്നുള്ളതല്ല, കേന്ദ്രത്തിൽ നിതീഷ് കുമാറിൻ്റെ ദയാവായ്പിലാണ് ഈ സർക്കാർ നിൽക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നിതീഷ് കുമാർ നമുക്കറിയാം, രാവിലത്തെ രാഷ്ട്രീയം വൈകുന്നേരം ആകുമ്പോൾ മാറ്റുന്നതിൽ ഒരു മടിയും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും പെരുമാറുക, അത് കേന്ദ്ര ഭരണത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക എന്നതിനെക്കുറിച്ചുള്ള ശരിയായ ഭയം BJPക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അറ്റ് എനി കോസ്റ്റ് ബീഹാർ പിടിച്ചെടുത്തിരിക്കുക എന്നുള്ളത് BJPയുടെ നിശ്ചയമായിരുന്നു. അതിന് നോക്കൂ, എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട്. ഭരണകൂടം, കേന്ദ്രാധികാരം, ഭരണകൂടത്തിൻ്റെ ഏജൻസികൾ, ഇലക്ഷൻ കമ്മീഷൻ,
കൂടാതെ അവരുടെ അത് വളരെ പ്രധാനപ്പെട്ടത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. വെറും ഈ സംവിധാനങ്ങളുടെ സഹായത്താൽ മാത്രം വിജയിക്കുകയാണ് എന്നൊരു തീർപ്പിലെത്തുന്നത് ശരിയായില്ല. കാരണം BJPയുടെ സംഘടനാ സംവിധാനം, RSSൻ്റെ സംവിധാനം, ഇത് പാരലായിട്ട് വർക്ക് ചെയ്യുന്ന, ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ ഫ്രണ്ടിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വളരെ ശക്തമായ വെൽ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവലുള്ള അതിഗംഭീരമായിട്ടുള്ള ഓയിൽഡ് മെഷീൻ കണക്കെ പ്രവർത്തിക്കുന്ന 2 സമാന്തര സംവിധാനങ്ങളുണ്ട്. അത് അവർ പണിയെടുത്തിട്ടുണ്ട്. അവർ വളരെ RSSൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്, BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചുള്ള സഖ്യം, ഈ പറഞ്ഞ NDA എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നു. സീറ്റ് ഷെയറിങ് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിച്ചു. തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും അത് സാധിച്ചു. പക്ഷേ അപ്പുറത്ത് അങ്ങനെയല്ല. മഹാഗഡ്ബന്ധനിൽ അവർ ഫ്രണ്ട്ലി മാച്ച് ചെയ്തുകൊണ്ട് 12 സീറ്റുകളിൽ ഫ്രണ്ട്ലി മാച്ച് തന്നെ അവർ ഉണ്ട്. പിന്നെ നോക്കൂ, ഇത്രയും വലിയൊരു ഫോഴ്സ് കേന്ദ്രത്തിൽ ദീർഘകാലം ഭരിക്കുന്നു, എല്ലാ സംവിധാനങ്ങളുള്ള ഒരു അതിനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് മുന്നണി പരമാവധി ശക്തിപ്പെടുക എന്നൊരു ഘടകമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിന് ജൻ സുരാജ് പാർട്ടി അവർ 3.5 ഏറ്റവും ഒടുവിൽ വന്ന കണക്ക് പ്രകാരം 3.5% അവരുടെ വോട്ട് ഷെയർ. സീറ്റൊന്നും കിട്ടിയില്ല. 3.5% എന്ന് പറഞ്ഞാൽ ചില്ലറ സംഖ്യയല്ല അത്. MIM 6 സീറ്റിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കണക്ക്. വാരിസ് പത്താൻ്റെ ഒരു പ്രസ് ബ്രീഫിംഗ് ഇപ്പോൾ വന്നിരുന്നു. വാരിസ് പത്താൻ പറയുന്നത് 8 സീറ്റിൽ ഞങ്ങൾ വിജയിക്കും. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു പോയിൻ്റ് ഉണ്ട്. ഞങ്ങൾ മഹാഗഡ്ബന്ധനോട് ആകെ 6 സീറ്റേ ചോദിച്ചിട്ടുള്ളൂ. 6 സീറ്റേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ 6 സീറ്റ് ഞങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കാൻ പോവുകയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ആ 6 സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ അത് ആ മുന്നണിക്ക് ഉണ്ടാകുമായിരുന്ന ബലം എത്രയായിരിക്കും? എന്തുകൊണ്ടാണ് MIMന് സീറ്റ് കൊടുക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നത്? അതെനിക്ക് തോന്നുന്നത് അത് RJDയുടെ പ്രശ്നമായിരിക്കില്ല, അത് കോൺഗ്രസിൻ്റെ പ്രശ്നമായിരിക്കും. കാരണം MIM ഉള്ളൊരു മുന്നണി എന്ന് പറയുമ്പോൾ അത് വേറെ നിലക്ക് അതിനൊരു കളറ് വരും. അതിനെ ഭയക്കുകയാണ്. പക്ഷേ അതിനെ ഭയക്കുമ്പം കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ MIM ഇല്ലാത്ത മുന്നണിയെക്കുറിച്ച് തന്നെ എന്താണ് RSSും BJPയും പ്രചരിപ്പിക്കുന്നത്? രാഹുൽ ഗാന്ധിയെക്കുറിച്ച് കോൺഗ്രസ് എന്നല്ലേ പറയുന്നത്, കോൺഗ്രസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഈ കുളത്തിലാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പരമാവധി ജനവിഭാഗങ്ങളെ, പരമാവധി പാർട്ടികളെ, പരമാവധി മുന്നണികളെ അതിനെ കൂട്ടിയോജിപ്പിക്കുക. ആ നിലക്കുള്ള ഒരു പൊളിറ്റിക്സ് ഓഫ് മൾട്ടിറ്റ്യൂഡ് എന്ന് പറയുക, ഒരു ജനസഞ്ചയ രാഷ്ട്രീയം. ആ ജനസഞ്ചയ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കാതെ ഇത്രയും വിപുലമായ സംവിധാനങ്ങളുള്ള 10 വർഷത്തിലേറെയായി കേന്ദ്രാധികാരം കൈയാളുന്ന ഒരു മഹാശക്തിയെ എതിരിടാൻ ഇത് മതിയാവില്ല. ഈ പറയുന്ന സാമ്പ്രദായികമായ രാഷ്ട്രീയ രീതികൾ മതിയാവില്ല. എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും ഈ BJP ഭരണകൂടത്തോട് എതിരിട്ട് നിൽക്കുന്ന എന്തെല്ലാം ട്രെൻഡുകളുണ്ടോ സമൂഹത്തിൽ, എന്തെല്ലാം രാഷ്ട്രീയ ധാരകളുണ്ടോ, ആ രാഷ്ട്രീയ ധാരകളെ യോജിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ വിവേകം, ആ ഒരു ലീഡർഷിപ്പ് വേണം. പക്ഷെ ഇവിടെ നോക്കുക, ശിവസേനയെ മഹാരാഷ്ട്രയിൽ കൂടെ കൂട്ടുന്നതിൽ ഈ മടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം കോൺഗ്രസ്സിനില്ലല്ലോ. ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിൽ മുംബൈ കലാപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിയെന്ന് ഒരു കമ്മീഷൻ റിപ്പോർട്ട് തന്നെ, കോൺഗ്രസ് നിശ്ചയിച്ചൊരു കമ്മീഷൻ റിപ്പോർട്ട് കുറ്റപ്പെടുത്തിയുള്ള പാർട്ടിയാണ് ശിവസേന. ശിവസേനയുടെ പൂർവ്വകാലം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പൂർവ്വകാലം അങ്ങനെയെന്നല്ല, അതിനോട് വിദൂര സാമ്യം പോലുള്ള വിദൂര ബന്ധമുള്ളൊരു പൂർവ്വകാലം MIMനില്ല. പക്ഷേ ശിവസേനയെ എന്താ പറയുക, ഒരു വൈക്ലഭ്യവുമില്ലാതെ ശിവസേനയെ കൂടെ കൂട്ടാൻ പറ്റുന്നുണ്ട്. പക്ഷേ MIMമായിട്ട് സംസാരിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ക്യാൻവാസ് എന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. ഈ പരമ്പരാഗതമായ രാഷ്ട്രീയം അതിലൂടെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ജനസഞ്ചയ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് വികസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധി ഓഫ് കോഴ്സ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിശകലനം ചെയ്യുന്നു. അദ്ദേഹം ഒരു നന്നായിട്ട് റിസർച്ച് ചെയ്യുന്നു, പഠിക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു. നോക്കൂ, H-File പത്രസമ്മേളനം, അത് ഒരുപക്ഷെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ഒരു പത്രസമ്മേളനമാണ്. കൃത്യമായി ഇതൊരു സ്റ്റോളൻ വേർഡിക്റ്റാണ് എന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന വിധം അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്ന് വൈകുന്നേരം ഹരിയാനയിൽ ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടതല്ലേ? അല്ലെ, ജനങ്ങളെ തെരുവിലിറക്കാൻ കോൺഗ്രസ്സിന് സാധിക്കേണ്ടതല്ലേ? അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഡൽഹിയിൽ ജനങ്ങൾ തെരുവിലിറങ്ങേണ്ട, അപ്പോൾ ഡൽഹിയിൽ വേണം നോക്കാം. നന്നാ ചുരുങ്ങി ഇത് സംഭവിച്ചത് ഹരിയാനയിലെങ്കിലും ഈ H-File
വളരെ സ്പോണ്ടാനിയസ് ആയിട്ട് വളരെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടതാണ്. പക്ഷേ അങ്ങനെ ജനങ്ങളെ തെരുവിലിറക്കാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ സംഘാടനം, തെരുവിലെ ഒരു രാഷ്ട്രീയ സംഘാടനത്തിന് സാധിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കയ്യിൽ കുറേ ഇൻഫർമേഷൻ, കുറേ റിസർച്ച് ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിനെ തൃണമൂല തലത്തിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാ സംവിധാനവും അതിനനുസരിച്ച് ജനങ്ങളെ ചലിപ്പിക്കാൻ ആവശ്യമായ ശേഷിയും വളരെ പ്രധാനമാണ്. അപ്പോൾ എന്ന് വെച്ചിട്ട് ബീഹാറിൽ ഇതെല്ലാം എന്താണ് വളരെ പക്കയായി നടന്ന തിരഞ്ഞെടുപ്പാണെന്നുള്ള ആൾക്കെല്ലാം പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വിജയം തോൽവി എന്ന് പറഞ്ഞാൽ ഒരു ഘടകത്തെ മാത്രം മുൻനിർത്തിയല്ല സംഭവിക്കുന്നത്. ഓഫ് കോഴ്സ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാടുകൾ, വോട്ടർ റോളിൽ വന്നിട്ടുള്ള അപാകതകൾ, ഈ പറയുന്ന SIRന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം ഘടകം തന്നെയാണ്. അതുമാത്രമല്ല BJP പ്രവർത്തകരുടെ, അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ, RSS പ്രവർത്തകരുടെ അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെ അവരുടെ അധ്വാനം ഉണ്ട് അവിടെ, അവരുടെ പ്രവർത്തനം ഉണ്ട് അവിടെ, അവരുടെ ഈ മുന്നണി മാനേജ്മെൻറ്റ് അവിടെ ഉണ്ട്, അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, അവരുടെ മാനിഫെസ്റ്റോ ഉണ്ട്, അവർ കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനം അത് ഇമ്പ്രസീവാണ്. അത് നടക്കുകയോ ഇല്ലയോ, ഇനി അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതൊരു സംഗതിയാണല്ലോ. ഒരു രാജ്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലാർജർ ക്യാൻവാസിൽ ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഫ്രീ ബീസ് കൊടുത്തിട്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റും? അങ്ങനെയാണോ? അതാണോ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? ജനങ്ങളെ എപ്പോഴും ഒരു റിസീവിങ് ഹാൻഡിൽ നിർത്തുന്ന അതല്ല ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ജനങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഒരുക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം ചെയ്യണത്. ഫ്രീ ബീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജനതയെ മടിയന്മാരാക്കുന്നതാണ്, അല്ലെങ്കിൽ ജനതയെ അവരുടെ പ്രൊഡക്ടിവിറ്റിയെ കുറയ്ക്കുന്നതാണ്. അത് നല്ലൊരു ഡെവലപ്മെൻറ്റ് മോഡലേ അല്ല. പക്ഷേ അവർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊരു ഒരു ഭീമൻ ഫ്രീ ബി പ്രോജക്റ്റ് പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദരിദ്രരായ മനുഷ്യർ ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതലൊരു സംസ്ഥാനമാണത്. അവിടെ ജനങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ മാനിഫെസ്റ്റോ ഉണ്ട്, ഇവരുടെ ഫ്രീ ബീസ് ഉണ്ട്, ഇവരുടെ പ്രോമിസ് ഉണ്ട്, BJPയുടെ പ്രവർത്തനമുണ്ട്, RSSൻ്റെ പ്രവർത്തനമുണ്ട്. എല്ലാറ്റിനെയും കൂടെ ഈ പറയുന്ന സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണമായ പിന്തുണയുണ്ട്. അതിലൂടെ എൻഡ് ഓഫ് ദി ഡേ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഏർപ്പാടിനെ കുറിച്ചിട്ടുള്ള വിശ്വാസം, അത് എൻഡ് ഓഫ് ദി ഡേ ആർക്കാണ് അതിൻ്റെ ഡാമേജ് എന്ന് ചോദിച്ചാൽ BJPക്ക് അതിന് ലാഭം കിട്ടുന്നു, RSSന് ലാഭം കിട്ടുന്നു. പക്ഷേ ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് രാജ്യത്തിൻ്റെ നഷ്ടമാണ്. ഇനി എങ്ങനെയാണ് പ്രതിപക്ഷം ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അടുത്ത വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും ഹൈ പ്രൊഫൈൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ വരാൻ പോവുകയാണ്. വെസ്റ്റ് ബംഗാളും കേരളമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അമിത് മാളവ്യ NDTVയായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം ബംഗാളിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ആഹ്ലാദപ്രകടനം നടക്കുന്ന എവിടെയാണ് അറിയോ? ബീഹാറിലല്ല, ബംഗാളിലാണ്. ബംഗാളിൽ വ്യാപകമായ ആഹ്ലാദപ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത്? അത് വളരെ ഇനിയിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായിരിക്കും. കാത്തിരുന്ന് കാണണം എങ്ങനെയാണ് ഇത് അൺഫോൾഡ് ചെയ്യുന്നത് എന്നുള്ളത്.